friends and welcome back to your channel House to Home. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡൽഗോന കോഫിയുടെ റെസിപ്പിയാണ്. ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡും മോളും കൂടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഏത് ഇൻസ്റ്റൻറ്റ് കോഫി ആയാലും ചേർക്കാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സൺറൈസ് കോഫിയാണ്. അപ്പോൾ അതുകൊണ്ട് സൺറൈസ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മൾ ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം കോഫി പൗഡർ, ഷുഗർ, വെള്ളം ഇതെല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം. 2 ടേബിൾ സ്പൂൺ ആയാൽ എല്ലാം 2 ടേബിൾ സ്പൂൺ ആയിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ അളവ്. ഈ ഒരു റെസിപ്പി ആൾറെഡി എൻ്റെ തമിഴ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും മോളും കൂടി ചേർന്നിട്ട് നല്ലൊരു അട്രോസിറ്റി ആയിരുന്നു അതിൽ. അപ്പോൾ എന്തായാലും അതും കൂടെ അങ്ങ് ചെക്ക് ചെയ്തോളൂ. അപ്പം ഇത് ഞാൻ ഒരു വിസ്കിനെ കൊണ്ട് നന്നായി നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഹാൻഡ് വിസ്കിനെ കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്രോത്തി ആൻഡ് ക്രീമി കൺസിസ്റ്റൻസിയിൽ ഈ കോഫി മിക്സ്ചർ നമുക്ക് കിട്ടും. ഇത് തമിഴിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ റെസിപ്പി മാത്രമായിട്ട് മലയാളത്തിൽ കാണിക്കുന്നത്. അപ്പോൾ 2 ആവുമ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്രീമി ആയിട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ലൊരു സ്റ്റിഫ് പീ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രോത്തി ആയിരിക്കണം. ഇപ്പോൾ 20 മിനിറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് നല്ലൊരു സ്റ്റിഫ് പീക്ക് കിട്ടും. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല സ്റ്റിഫ് പീക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം. നല്ല സ്റ്റിഫ് പീക്ക് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ കോഫി മിക്സ്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഡൽഗാനോ കോഫി ബേസിക്കലി കോൾഡ് കോഫിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൾഡ് കോഫിയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പാലിൽ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അങ്ങ് ചേർത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ്ചർ ഇതിൻ്റെ മുകളിൽ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ സെയിം വീഡിയോ തമിഴിലുള്ളത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അതൊരു ഫൺ ഫിൽഡ് വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് നല്ലൊരു അടിപൊളി രസമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഒരു 3 ടേബിൾ സ്പൂൺ 3.5 ടേബിൾ സ്പൂണിൻ്റെ അളവ് മതിയാവും. നല്ലപോലെ അതിനെ എല്ലാ സൈഡിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ സെർവ് ചെയ്യാൻ മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോഫി പൗഡറിൻ്റെ മുകളിൽ ചോക്ലേറ്റ് പൗഡർ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് കാണാൻ കുറച്ചും കൂടി ഡെക്കറേറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും അയച്ചു തരിക. വീണ്ടും ഒരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ എപ്പിസോഡ് നിങ്ങളെ ഞാൻ കാണാൻ വരാം. Thanks for watching House to Home.